Good morning to all of you. Today we are going to discuss about job costing procedure. Following are the procedures or steps involved in job costing: production order or job order, assignment of production order number, preparation of bill of materials, preparation of job ticket, preparation of job cost sheet or job card, preparation of job completion report, and ascertainment of profit or loss. First one is production order or job order. കസ്റ്റമേഴ്സിൽ നിന്നും ഓർഡർ റിസീവ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറാണ്, പ്രൊഡക്ഷൻ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഓർഡറാണ് പ്രൊഡക്ഷൻ ഓർഡർ ഓർ ജോബ് ഓർഡർ എന്ന് സൂചിപ്പിക്കുക. ആ ഓർഡറിൻ്റെ അടിസ്ഥാനത്തിലാണ് എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എന്നാണ് ആ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുക, എപ്പോഴാണ് വർക്ക് ആരംഭിക്കേണ്ടത്, പൂർത്തീകരിക്കേണ്ടത്, അതിനാവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്താണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ജോബ് ഓർഡറിലാണ് ഉൾപ്പെടുത്തിയിരിക്കുക. A job order is a written order issued by the production planning department to the foreman of the production department for the execution of the job. This order usually contains all relevant production information like quantity or units to be manufactured, date of order, date of start of work and completion, materials required, operations needed, etc. Second one is assignment of production order number. അതായത് ആ ജോബ് ഓർഡറിന് ഓരോ നമ്പർ അലോട്ട് ചെയ്യുന്നു. ആ നമ്പറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ആ ജോബ് തിരിച്ചറിയുക. Every production order is allotted a certain number called production order number, job number or work order number, and every job will be known by its number throughout its production process in the factory. Preparation of bill of materials. ജോബ് ഓർഡർ അനുസരിച്ച് പൂർത്തീകരിക്കപ്പെടേണ്ട ജോബിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ലിസ്റ്റാണ് ബിൽ ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുക. അത് പ്രൊഡക്ഷൻ ആൻഡ് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു. സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അത് അയച്ചു കൊടുക്കുകയും അവരതനുസരിച്ചുള്ള മെറ്റീരിയൽസ് ക്രമീകരിക്കുകയും ചെയ്യുന്നു. Bill of material is a list of materials and stores required for the completion of the job. It is prepared by the production and planning department and is sent to stores department to arrange for the necessary materials required for the job. Preparation of job ticket. അതായത് ഇവിടെ പ്രധാനമായിട്ടും ആ ജോബിൻ്റെ പല ഓപ്പറേഷൻസ് ഉണ്ട്. അതിലോരോ ഓപ്പറേഷൻസും എത്രമാത്രം പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളത് ഫോർമാൻ പ്രൊഡക്ഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു ഉപാധിയാണ് ജോബ് ടിക്കറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ജോബ് ടിക്കറ്റ് ഈസ് എ ഡോക്യുമെൻറ്റ് വിച്ച് കണ്ടെയ്ൻസ് സെവറൽ ഡിറ്റാച്ചബിൾ പോർഷൻസ്, ഈച്ച് ഓഫ് വിച്ച് ഈസ് detached and sent by the foreman to the production control department on completion of each operation of a job.
It helps to ascertain the progress of a job at each operation. Fifth one is preparation of job cost sheet or job card. ഓരോ ജോബിനും എത്രമാത്രം ടോട്ടൽ കോസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റാണ് ജോബ് കോസ്റ്റ് ഷീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. ഓരോ ജോബിനും പ്രത്യേകം കോസ്റ്റ് ഷീറ്റുകളായിരിക്കാം പ്രിപ്പയർ ചെയ്യുക. The costing department prepares job cost sheet for each job. Job cost sheet is a document used to record direct materials, direct wages, direct expenses, and overheads applicable to respective jobs. When a job is finished, the total cost for the job is ascertained and transferred to finished stock account or the cost of goods sold if the job is delivered to the customer. Sixth one is preparation of job completion report. ജോബ് ഓർഡറിനനുസരിച്ച് ജോബ് പൂർത്തീകരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ റിപ്പോർട്ട് മാനുഫാക്ചറിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനും കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനും സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഈ ജോബ് കംപ്ലീഷൻ റിപ്പോർട്ടിൽ ടോട്ടൽ കോസ്റ്റ് എത്രമാത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. ആ ജോബിൻ്റെ ആക്ച്വൽ കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റും തമ്മിൽ കമ്പയർ ചെയ്താണ് ആ ജോബിൻ്റെ എഫിഷ്യൻസി നിർണ്ണയിക്കപ്പെടേണ്ടത്. Seventh one is ascertainment of profit or loss. This is the final procedure with which job costing ends. The job cost sheet discloses the total cost of the job. This cost can be compared with the price offered by the customer. If the price obtained is more than the cost, there will be profit and vice versa. ഇവിടെ നൽകിയിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ജോബ് ഓർഡർ നമ്പർ 225 കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ്, അഥവാ ഒരു ജോബ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുക. ആ ജോബുമായിട്ട് ബന്ധപ്പെട്ട മെറ്റീരിയൽ കോസ്റ്റ്, പ്രൊഡക്റ്റീവ് വേജസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് നൽകിയിട്ടുണ്ട്. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈം കോസ്റ്റ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഫാക്ടറി ഓവർഹെഡിനെ സംബന്ധിച്ചുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. വർക്ക്സ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡിനെ സംബന്ധിച്ചുള്ള കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് കോസ്റ്റിൻ്റെ 25% ആണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഉൾപ്പെടുത്തി ആ ജോബിൻ്റെ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ നിലവിൽ പഠിച്ചതുമാണ്. ഈ പ്രോബ്ലം അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക.